പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗമായ വിഴിഞ്ഞത്ത് അറബിക്കടലിൽ നിർമ്മിച്ച ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട മാനദണ്ഡങ്ങളായ അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സാമീപ്യവും തീരത്തു നിന്നും 1 നോട്ടിക്കൽ മൈൽ അകലം വരെ 24 മീറ്റർ സ്വാഭാവിക ആഴം തുടങ്ങിയവയെല്ലാം നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളാണ്. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനിടയുള്ള പദ്ധതിയാണ് തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖ പദ്ധതി. പദ്ധതി നടപ്പിലാക്കിയത് മൂലം ഭാരതത്തിലെ മറ്റ് വൻ തുറമുഖങ്ങളിലെ വർദ്ധിച്ചു വരുന്ന തിരക്ക് ഗണ്യമായ രീതിയിൽ കുറയ്ക്കാനാവുമെന്ന് കരുതപ്പെടുന്നു. വിഴിഞ്ഞത്ത് നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽ പാത കടന്നുപോകുന്നു. രാജ്യത്തെ ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം. മദർഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയുമെന്നതിനാൽ ഇത്തരം പോർട്ടുകൾ മദർ പോർട്ട് എന്നും അറിയപ്പെടുന്നു. 20,000 മുതൽ 25,000 വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ കപ്പലുകളാണ് മദർഷിപ്പുകൾ. ഇവയ്ക്ക് 350 മുതൽ 450 മീറ്റർ നീളം ഉണ്ടാവും. ബഹുനില കെട്ടിടങ്ങളുടെ ഉയരമുള്ള ഇത്തരം കപ്പലുകളുടെ അടിഭാഗം കടലിനടിയിൽ 16 മുതൽ 20 മീറ്റർ താഴ്ചയിലാവും കാണപ്പെടുക. കൂടുതൽ ആഴമുള്ള പോർട്ടുകളിലാണ് ഇത്തരം കപ്പലുകൾ അടുക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് പ്രകൃതിദത്തമായി 20 മുതൽ 24 മീറ്റർ ആഴമുള്ളതിനാൽ ഇത്തരം കപ്പലുകൾ സുരക്ഷിതമായി തന്നെ അടുപ്പിക്കാനാവും. ഈ കപ്പലുകളെ അടുപ്പിക്കുന്ന പോർട്ട് ആയതിനാൽ തന്നെ മദർ പോർട്ട് അഥവാ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് അറിയപ്പെടുന്നു. നിലവിൽ കൊളംബോയിൽ ഒട്ടേറെ പോർട്ടുകളിൽ നിന്നുള്ള കപ്പലുകൾ എത്തുമെന്നതിനാൽ കൊച്ചി ഉൾപ്പെടെയുള്ള പോർട്ടുകളിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് ചരക്ക് മാറ്റത്തിനായി ദിവസങ്ങൾ കാത്തുകിടക്കേണ്ട സ്ഥിതിയുണ്ട്. ഇവ ഒഴിവാക്കാനാവും. 8 മുതൽ 14-ാം നൂറ്റാണ്ട് വരെ ആയി രാജവംശത്തിന്റെ അഭിവൃദ്ധികൾക്ക് കാരണമായതും ലോകത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്നതുമായ തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു വിഴിഞ്ഞം തുറമുഖം. ആയി രാജവംശത്തിന്റെ അഭിവൃദ്ധിയിൽ അസൂയ മൂത്ത ചോള രാജവംശം കാലാകാലങ്ങൾ ആക്രമിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം നശിപ്പിച്ചു. അതിനുശേഷം വിഴിഞ്ഞത്തിനോ അതിന്റെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ കമ്മീഷൻ കഴിഞ്ഞ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് യാർഡ് ക്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്നത് വനിതകളാണ്. വിഴിഞ്ഞം കോട്ടപ്പുറം പൂവാർ നിവാസികളായ പി പ്രിനു, എസ് അനീഷ, എൽ സുനിത രാജ്, ഡി ആർ സ്റ്റെഫി റബീവ, ആർ എൻ രജിത, പി ആശാലക്ഷ്മി, എ വി ശ്രീദേവി, എൽ കാർത്തിക, ജെ ഡി നദാന മേരി എന്നിവരാണ് പോർട്ടിലെ വനിതാ ക്രെയിൻ ഓപ്പറേറ്റർമാർ. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഓട്ടോമേറ്റഡ് CRMG ക്രെയിനുകൾ വനിതകൾ നിയന്ത്രിക്കുന്നത്. ഇതുവരെ എത്തിയ കപ്പലുകളിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തുറമുഖ യാർഡിൽ ക്രമീകരിച്ചത് ഇവരുൾപ്പെടുന്ന സംഘമാണ്. അദാനി ഫൗണ്ടേഷന് കീഴിലെ അദാനി സ്കിൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ വിദഗ്ധ പരിശീലനം പൂർത്തിയാക്കിയവരാണ് ഇവർ. ഓപ്പറേറ്റർ സെന്ററിലെ അത്യാധുനിക റിമോട്ട് ഡെസ്ക് വഴിയാണ് പോർട്ട് യാർഡിലെ കണ്ടെയ്നർ നീക്കം ഇവർ നിയന്ത്രിക്കുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.